ഇച്ചായ ഇച്ചായ പിന്നീട് കുറച്ചു കാലത്തേക്ക് ലോറൻസിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ പെട്ടെന്നുണ്ടായ മരണം എന്നെ വല്ലാതെ തളർത്തി. അങ്ങനെ എല്ലാം മറന്നിരിക്കുമ്പോഴായിരുന്നു ഒരു ദിവസം റോസ് റോസ് ഏറിക്കഴിഞ്ഞ 2 ദിവസം അച്ഛൻ്റെ അമ്മയുടെ സമ്മതം വാങ്ങി ഞാൻ ഉടനെ വരാം. എവിടെ? ഒന്ന് കാണാൻ വന്നതാ. സ്വകാര്യായി. ബിനു നീ പോ, ഇല്ല ഞാൻ ആളെ വിളിച്ചു കൂട്ടും. പേടിപ്പിക്കല്ലേ മോളെ, ഇതുപോലെ പലരെയും ഞാൻ കണ്ടതാ. നീ കണ്ട ആ പലരും ഞാൻ പെടില്ല. മര്യാദക്ക് ഇറങ്ങി പോകുന്നതാ നിനക്ക് നല്ലത്. കൊല്ലും ഞാൻ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ.
പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് കയറി ഇറങ്ങി അല്ലേ? മനുവിനൊന്നും തോന്നരുത് വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിപ്പിച്ചതിൽ. മനു ഇനി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. എന്നാ ശരി, പോട്ടെ. ശരി, ഓക്കെ. ഇവിടെ ലോറൻസിന്റെ കൂടെ താമസിക്കുന്ന ഒരു പൂക്കുട്ടി അറിയോ? ആ അറിയാം സാറേ. എങ്ങനെ അറിയാം? അയാൾ ഇവിടെ ചായ കുടിക്കാൻ വല്ലപ്പോഴും വരാറുണ്ട്. അയാളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയട്ടോ. അയാൾക്ക് ഇവിടെ എന്താ ജോലി? എന്താണ്? അയാള് പൂമല എസ്റ്റേറ്റില് ജോലി ചെയ്യ. പൂമല എസ്റ്റേറ്റില് അവിടെ വർക്ക് ചെയ്യ. പൂമല എസ്റ്റേറ്റ്. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? അയ്യോ അങ്ങനെയൊന്നല്ല സാർ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാൻ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത്. അതിനുശേഷം അയാൾ ഈ നാട്ടിൽ വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ? ഇല്ല, പിന്നെ ഞാനൊരു യാതൊരു ബന്ധവുമില്ല. ആട്ടെ, അയാൾ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയാവോ? ബോംബെയിൽ ഏതോ ഹോസ്പിറ്റലിൽ ചികിത്സയിലെന്നാ കേട്ടത്. ബോംബെ. എത്ര കവിട്ട അടിച്ചിട്ടും ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ലത്. എന്തൊരു സാറേ? കണ്ണങ്ങോട്ട് അടച്ചു വരുമ്പോൾ ഏതോ ഒരു പെൺകുട്ടിയുടെ കരച്ചിലും നിലവിളിയും അലർച്ചയും. അതവളായിരിക്കും സാറേ. ആര്? റോസ്മേരി. ഇതൊരു ശാപം കിട്ടിയ വീടാണ് സാറേ. മൊത്തം ദുർമരണങ്ങളാണ്. സാറേ, പെണ്ണും പിള്ളേയും പിള്ളേരെയും കാണാൻ ഒരു കൊതി. എനിക്കൊന്ന് വീട്ടിൽ പോകണം. വെക്കോ, പകരം ഡ്യൂട്ടിക്ക് ആളിനെ വേണം. സാർ എസ്ഐയോടൊന്ന് പറ സാറേ. കഷ്ടമുണ്ട് സാറേ, പ്ലീസ്. പത്രോസേ, ഞാനില്ലാത്തതാണ്. സാറിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയേക്കണേ. അതിനെന്ത് സാറേ, ഞാനോക്കെയാ. താങ്ക് യു.